Hi, Manushyaputri, daughter of humanity. Here is an excellent short story by Lalithambika Antharjanam. Friends, this is lesson number 10 of A04, Readings on Kerala. Well, here is a brief intro. Lalithambika Antharjanam was a renowned Malayalam novelist and short story writer. വളരെ കേൾവി കേട്ട ഒരു മലയാളം എഴുത്തുകാരിയാണ് ലളിതാംബിക അന്തർജനം. She was also a social reformer who exposed the pitiable plight of Nambudiri women who were denied every right. അക്കാലത്ത് നമ്പൂതിരി ഇല്ലങ്ങളിൽ പൗരാവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന അന്തർജനങ്ങളുടെ ശോചനീയാവസ്ഥ ധീരമായി തുറന്നുകാട്ടിയ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു അവർ. The story Manushyaputri, that is daughter of humanity, was written in an age of transition in the social history of Kerala after the communist government had enacted the land reforms in 1959. 1957 കേരളത്തിൽ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് സർക്കാർ 1959 ഭൂപരിഷ്കരണ നിയമം പാസാക്കിയിരുന്നല്ലോ. അത് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾക്കിടയാക്കി. അങ്ങനെ കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ ഉണ്ടായ പരിവർത്തന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഒരു കഥയാണ് ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി, അതായത് മനുഷ്യപുത്രി എന്ന ചെറുകഥ. The law put an end to the ജന്മി system in the state. ആ നിയമം കേരളത്തിൽ ജന്മി സമ്പ്രദായം ഇല്ലാതാക്കി. It also liberated thousands from bonded labor. ആയിരക്കണക്കിന് ആളുകളെ അത് അടിമപ്പണിയിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്തു. But it had some unexpected outcomes. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു ചില മറുവശങ്ങളും അതിനുണ്ടായിരുന്നു. The Nambudiri Illams broke up. വലിയ നമ്പൂതിരി ഇല്ലങ്ങൾ തകർന്നു. In the story, a woman from a Nambudiri household, Kunhathol Amma, visits a party leader and requests him to admit her grandson to a school so that he would get at least a meal every day. It is a moment of startling revelation for him. ഈ കഥയിൽ ഒരു വലിയ നമ്പൂതിരി ഇല്ലത്തിലെ കുഞ്ഞത്തോൾ അമ്മ എന്ന അന്തർജനം ഭരണകക്ഷിയുടെ ഒരു ഉന്നത നേതാവിനെ കാണാൻ ചെല്ലുന്നു. വളരെ ബുദ്ധിമുട്ടി അവർക്ക് അദ്ദേഹത്തെ കാണാൻ കഴിയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ദാ ഈ 7 വയസ്സുകാരൻ എന്റെ പേരക്കിടാവ്, അവന് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കണം. എന്തിനാ? അവന് ഒരു നേരമെങ്കിലും കഞ്ഞി കുടിക്കാൻ കഴിയുമല്ലോ. ഈ ഒരു സംഭവം ആ നേതാവിനെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. Well, friends, this is the brief intro. Now take a look at the essay question. Illam was ruined by its own generosity. Elucidate this in the light of the 1959 land sealing laws. മറ്റുള്ളവർക്ക് ദാനം കൊടുത്തു മുടിഞ്ഞതാണ് ഈ ഇല്ലം. ഈ കഥയിൽ നിന്നുള്ള ഒരു വാക്യമാണ്. 1959 ഭൂപരിഷ്കരണ നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഒന്ന് പരിശോധിക്കാമോ? ഇതാണ് ചോദ്യം. Now take a look at the answer. Here is paragraph number 1. The story Daughter of Humanity by Lalithambika Antharjanam tells the story of an illam that was ruined by its own generosity. അതിന് കവിഞ്ഞ ഔദാര്യവും ദാനവും കൊടുത്ത് മുടിഞ്ഞ ഒരു നമ്പൂതിരി ഇല്ലത്തിന്റെ കഥയാണ് ലളിതാംബിക അന്തർജനത്തിന്റെ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. Written after the state government had enacted the land reforms in 1959, it portrays what happened to a നമ്പൂതിരി illam. 1959 കേരളത്തിലെ സർക്കാർ ഭൂപരിഷ്കരണ നിയമം നടപ്പാക്കിയതിനു ശേഷം എഴുതപ്പെട്ടതാണ് ഈ കഥ. ആ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച ഒരു നമ്പൂതിരി ഇല്ലത്തിന്റെ കഥയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. Well, this is paragraph number 1. Now take a look at paragraph number 2. കുഞ്ഞത്തോൾ അമ്മ is a representative character. അന്നത്തെ നമ്പൂതിരി ഇല്ലങ്ങളിലെ സ്ത്രീജനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു കഥാപാത്രമാണ് കുഞ്ഞത്തോൾ അമ്മ. She is very pious, generous and compassionate. തികഞ്ഞ ഈശ്വരവിശ്വാസിയും ദാനശീലയും കരുണാർദ്രയുമാണ് അവർ. Helping the poor is considered to be her primary duty. അവരെ സംബന്ധിച്ച് പാവങ്ങളെ സഹായിക്കുക എന്നുള്ളത് അവരുടെ പ്രാഥമിക കടമയായി കണക്കാക്കുന്നു. കുഞ്ഞത്തോൾ has helped all sorts of people. എല്ലാ തരത്തിലുമുള്ള ആളുകളെ അവർ സഹായിക്കാറുണ്ടായിരുന്നു. When Kunhathol and his family are in trouble after his father's death, it is Kunhathol Amma who comes to their rescue. ഗോവിന്ദൻകുട്ടിയുടെ അച്ഛന്റെ മരണശേഷം ആ കുടുംബം കഷ്ടത്തിലായപ്പോൾ അവരുടെ രക്ഷകയായത് കുഞ്ഞത്തോൾ അമ്മയായിരുന്നു. It is she who has made him what he is.
ഗോവിന്ദൻകുട്ടി ഇന്ന് ഈ നിലയിലെത്താൻ കാരണം അവരാണ്, കുഞ്ഞത്തോൾ അമ്മ. Well, this is paragraph number 2. Now, here is paragraph number 3. Even after the ruin of the Illam as a result of the reforms, its generosity continues. ഭൂപരിഷ്കരണത്തിന്റെ ഫലമായി ഇല്ലം മുടിഞ്ഞില്ലാതായെങ്കിലും അവരുടെ ദാനശീലം അവിടം കൊണ്ട് അവസാനിച്ചില്ല. When there is no money to feed the poor, the land is sold to continue the practice. Then they resort to loans. After that, parts of the house are sold to maintain the custom. Finally, the illam itself is sold. പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി ആ ഭൂമി അല്പാൽപമായി കൊടുത്തു, പിന്നീട് ലോൺ എടുത്തു, അതിനുശേഷം വീട് തന്നെ കഷണങ്ങളാക്കി വിറ്റു, അവസാനം ഇല്ലം തന്നെ വിറ്റു. Well, this is the end of paragraph number 3. Now, take a look at paragraph number 4. One day, Govindankutti sees the illam, which was his refuge when he was a helpless boy. ഒരിക്കൽ തന്റെ ചെറുപ്പത്തിൽ കഷ്ടകാല സമയത്ത് തനിക്ക് അഭയം തന്ന ആ ഇല്ലം ഒരു ദിവസം ഗോവിന്ദൻകുട്ടി നേരിൽ കണ്ടു. The area is filled with weeds and thorns. ആ സ്ഥലം മുഴുവൻ കാട് കയറി കിടക്കുന്നു. The tank is dried up and its walls crumbled. കുളം വറ്റി വരണ്ടു കിടക്കുന്നു, ചുറ്റുമതിലോ ഇടിഞ്ഞു പൊളിഞ്ഞ് തകർന്നു കിടക്കുന്നു. The people who accompany him say that the illam is ruined by its own generosity. അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നവർ പറഞ്ഞു, ദാനം കൊടുത്ത് മുടിഞ്ഞ ഒരു ഇല്ലമാണിതെന്ന്. Well, this is paragraph number 4. Now take a look at the last paragraph. In the story, Kunhathol Amma appears like a woman who looks like an odd creature from an 18th century storybook. 18ാം നൂറ്റാണ്ടിലെ ഒരു കഥാപുസ്തകത്തിൽ നിന്നുള്ള ഒരു വിചിത്ര ജീവിയെ പോലെ തോന്നുന്ന ഒരു സ്ത്രീ കഥാപാത്രമായി നമ്മുടെ കുഞ്ഞത്തോൾ അമ്മ ഈ കഥയിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. A little 7-year-old boy clings to her knees. അവരോടൊപ്പം ഒരു 7 വയസ്സുകാരൻ പേരക്കിടാവുന്നുണ്ട്. She approaches Govindankutti to request him to admit her grandson to a school so that he would get at least a meal every day. അവർ ഗോവിന്ദൻകുട്ടി എന്ന നേതാവിനെ കാണാൻ വരുന്നു. എന്തിനാണെന്നോ, ആ പേരക്കിടാവിന് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു അഡ്മിഷൻ തരപ്പെടുത്തി കൊടുക്കുവാൻ, അങ്ങനെ ആ കുഞ്ഞിന് ഒരു നേരമെങ്കിലും കഞ്ഞി കുടിക്കാൻ കഴിയുമല്ലോ എന്ന ആശ്വാസം. ഇതാണ് ആ ഇല്ലത്തിന്റെ ഇന്നത്തെ അവസ്ഥ. Well, this is the essay. Now take a look at the paragraph questions. Here is question number 1. Kunhathol Amma looked like an odd creature. Why? കുഞ്ഞത്തോൾ അമ്മ ഒരു വിചിത്ര ജീവിയെ പോലെ കാണപ്പെട്ടത് എന്തുകൊണ്ട്? ഇതാണ് ചോദ്യം. കുഞ്ഞത്തോൾ അമ്മ looked like an odd creature. She was in her traditional dress. She was completely enveloped in a mundu. She held an old palm leaf umbrella. ഏതോ ഒരു വിചിത്ര ജീവിയെ പോലെ ഇരുന്നു നമ്മുടെ കുഞ്ഞത്തോൾ അമ്മ. പരമ്പരാഗത ശൈലിയിലുള്ള വേഷമായിരുന്നു അവരുടേത്. ഒരു മുണ്ട് കൊണ്ട് മൂടി പുതച്ചാണ് വരവ്. ഒരു പഴയ പനയോലക്കുടയും ചൂടിയാണ് നടപ്പ്. Her earlobes dangled as she walked. നടക്കുമ്പോൾ മുഖത്തിന് ഇരുവശവും ആ വലിയ കാതുകൾ കിടന്ന് ആടുമായിരുന്നു. She looked like a character from an 18th century story book. 18ാം നൂറ്റാണ്ടിലെ ഏതോ കഥാപുസ്തകത്തിൽ നിന്നുള്ള ഒരു വിചിത്ര കഥാപാത്രത്തെ പോലെ അവരെ കണ്ടാൽ തോന്നുമായിരുന്നു. A little 7-year-old boy clung to her knees. ഒപ്പം ഒരു 7 വയസ്സുകാരൻ പേരക്കിടാവും ഉണ്ടായിരുന്നു. The leader, Govindankutti, felt something familiar about her. ഗോവിന്ദൻകുട്ടിക്ക് അവരെ കണ്ടപ്പോൾ ഏതോ ഒരു പരിചയഭാവം തോന്നി. He got up from his chair and came near her. അദ്ദേഹം കസേരയിൽ നിന്ന് എഴുന്നേറ്റ് അവരുടെ അടുത്ത് ചെന്നു. He asked her where she came from and what she wanted. എവിടെ നിന്നാണ് വരുന്നതെന്നും എന്താണ് വേണ്ടതെന്നും അദ്ദേഹം ചോദിച്ചു. The woman raised her head and the mundu covering her head slid down. അവർ മെല്ലെ തല ഉയർത്തി. തലയിൽ പുതച്ചിരുന്ന തുണി മെല്ലെ അഴിഞ്ഞ് താഴേക്ക് വീണു. He saw her face. ഗോവിന്ദൻകുട്ടി അങ്ങനെ അവരുടെ മുഖം കണ്ടു. It was Kunhathol Amma who had made him what he is. തന്നെ താനാക്കിയ ആ കുഞ്ഞത്തോൾ അമ്മയായിരുന്നു അത്.
Well, this is answer to paragraph question number 1. Now, here is paragraph question number 2. Here is a quote from the story. We starve because we do not have enough to eat. Why do you starve? What made Lakshmikutty utter these words? ഞങ്ങൾ പട്ടിണി കിടക്കുന്നത് ഒന്നുമില്ലാഞ്ഞിട്ടാണ്. എന്നാൽ കുഞ്ഞത്തോൾ അമ്മേ, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പട്ടിണി കിടന്ന് മരിക്കുന്നത്? ഗോവിന്ദൻകുട്ടിയുടെ മാതാവ് ലക്ഷ്മിക്കുട്ടി ഇങ്ങനെ പറയാൻ കാരണം എന്താണ്? ഇതാണ് ചോദ്യം. Well, here is the answer. Lakshmikutty said this when she saw Kunhathol Amma fasting during Ekadashi, Pradosham and every Monday. ഏകാദശി, പ്രദോഷം, തിങ്കളാഴ്ചകൾ തുടങ്ങിയ ദിവസങ്ങളിൽ കുഞ്ഞത്തോൾ അമ്മ വ്രതമനുഷ്ഠിക്കുന്നത് കണ്ടപ്പോൾ ലക്ഷ്മിക്കുട്ടി പറഞ്ഞതാണ് ഈ വാക്കുകൾ. കുഞ്ഞത്തോൾ യൂസ്ഡ് ടു സ്റ്റാർവ് ഹെർസെൽഫ് റെഗുലർലി. കുഞ്ഞത്തോൾ അമ്മ പതിവായി നോമ്പ് നോക്കാറുണ്ടായിരുന്നു. ഷീ ഫാസ്റ്റഡ് ഓൾമോസ്റ്റ് 20 days in a month. ഒരു മാസത്തിൽ ഏതാണ്ട് 20 ദിവസവും വ്രതം. However, on all those days, she cooked and served food for others. എന്നാൽ ആഹാരം ഉപേക്ഷിക്കുന്ന ദിവസങ്ങളിലൊക്കെ അവർ തന്നെ ആഹാരം പാകം ചെയ്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യുമായിരുന്നു. After her fast, with a smile on her face, she would sing to her deity. വ്രതാനുഷ്ഠാനത്തിന് ശേഷം ഒരു ചെറു പുഞ്ചിരിയോടുകൂടി ദേവീ സ്തോത്രങ്ങൾ പാടുമായിരുന്നു അവർ. Then one day, Lakshmikutty asked Kunhathol why she fasted and remained hungry. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ലക്ഷ്മിക്കുട്ടി കുഞ്ഞത്തോൾ അമ്മയോട് ചോദിച്ചു, അവരെന്തിനാണ് ഇങ്ങനെ ഭീകരമായി വ്രതമെടുത്ത് ആഹാരം കഴിക്കാതിരിക്കുന്നതെന്ന്. She also said that she starved because she had nothing to eat. ലക്ഷ്മിക്കുട്ടി പറയുകയാണ്, ഞങ്ങളൊക്കെ ആഹാരം കഴിക്കാത്തത് കഞ്ഞി കുടിക്കാൻ വകയില്ലാത്തതുകൊണ്ടാണ്. കുഞ്ഞത്തോൾ replied that poverty was a terrible thing. ഉടനെ കുഞ്ഞത്തോൾ അമ്മ പറഞ്ഞു, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ഭീകര സാധനമാണ്. She wanted to share the sorrow of those who were in need. ദാരിദ്ര്യത്തിൽ, ഇല്ലായ്മയിൽ കഴിയുന്നവരുടെ ദുഃഖം അങ്ങനെ മാത്രമേ നമുക്ക് പങ്കിടാൻ കഴിയൂ എന്നും കുഞ്ഞത്തോൾ അമ്മ പറഞ്ഞു. Well, this is answer to paragraph question number 2. Now, here is paragraph question number 3. Again, here's a quote from the text. Govindankutti is a sinner. What made him think like this? അതെ, ഈ ഗോവിന്ദൻകുട്ടി ഒരു മഹാപാപിയാണ്. ഈ വിധത്തിൽ ഗോവിന്ദൻകുട്ടി ചിന്തിക്കാൻ കാരണമെന്ത്? ഇതാണ് ചോദ്യം. Now, here is the answer. When Govindankutti was very busy, a woman who looked like an odd creature came to see him. ഗോവിന്ദൻകുട്ടിക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്ന ഒരു ദിവസം ഒരു വിചിത്ര ജീവിയെ പോലെ തോന്നിക്കുന്ന ഒരു സ്ത്രീ അദ്ദേഹത്തെ കാണാനെത്തി. Enveloped in a mund with an old palm leaf umbrella, she looked like a character from an 18th century storybook. തലയും മുഖവും മുണ്ടിട്ട് മൂടി ഒരു പഴയ പനയോല കുടയും ചൂടി 18ാം നൂറ്റാണ്ടിലെ കഥാപുസ്തകങ്ങളിൽ കാണുന്ന ഒരു വിചിത്ര ജീവിയെ പോലെ ഇരുന്നു അവർ. A little 7-year-old boy clung to her knees. കൂടെ ഒരു 7 വയസ്സുകാരൻ പേരക്കിടാവും ഉണ്ടായിരുന്നു. Then Govindankutti realized that it was Kunhathol Amma, the great mother, who made him what he is today. അല്പം കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് മനസ്സിലായി, തന്നെ താനാക്കിയ ആ മഹതി കുഞ്ഞത്തോൾ അമ്മയാണ് അതെന്ന്. She requested him to admit her grandson to a school so that he would get at least a meal every day. ഒരു നേരത്തെ കഞ്ഞിയെങ്കിലും കുടിക്കാനായി തന്റെ ഈ പേരക്കിടാവിന് ഏതെങ്കിലും ഒരു സ്കൂളിൽ ഒരു പ്രവേശനം തരപ്പെടുത്തി കൊടുക്കുമോ എന്നായിരുന്നു ഗോവിന്ദൻകുട്ടിയോട് അവരുടെ അപേക്ഷ. Her Illam having ruined, she was struggling even for a meal. അവരുടെ ഇല്ലമൊക്കെ നശിച്ച് നാമാവശേഷമായി. ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ല. ഗോവിന്ദൻകുട്ടി felt very sad. He thought he was a sinner. ഇത് കണ്ടപ്പോൾ ഗോവിന്ദൻകുട്ടിക്ക് ദുഃഖം. ഇതൊക്കെ കാണാനും കേൾക്കാനും ഇടയായല്ലോ ഭഗവാനെ, താനൊരു മഹാപാപിയാണ് എന്ന് ഗോവിന്ദൻകുട്ടിക്ക് തോന്നി. Well, this is answer to paragraph question number 3. Now, here is paragraph question number 4. Character of Kunhathol Amma. കുഞ്ഞത്തോൾ അമ്മയുടെ സ്വഭാവം ഒന്ന് വിവരിക്കാമോ? ഇതാണ് ചോദ്യം. Now, here is the answer. കുഞ്ഞത്തോൾ അമ്മ, the protagonist of the story, daughter of humanity, is a very pious, generous and compassionate woman. ഈ കഥയിലെ പ്രധാന കഥാപാത്രമായ കുഞ്ഞത്തോൾ അമ്മ തികഞ്ഞ ദൈവവിശ്വാസിയും ദാനശീലയും കാരുണ്യവതിയുമാണ്.
She fasted almost 20 days in a month. മാസത്തിൽ ഏതാണ്ട് 20 ദിവസവും വ്രതാനുഷ്ഠാനങ്ങളുമായി കഴിയുന്ന ഒരു തേജസ്വിയാണ് അവർ. However, on all those days, she cooked and served food for others. എന്നാൽ ആ ദിവസങ്ങളിലും അവർ ആഹാരം പാകം ചെയ്ത് പാവങ്ങൾക്ക് ദാനം ചെയ്യുമായിരുന്നു. When Lakshmikutty asked why she fasted, Kunhathol said that poverty was a terrible thing. എന്തിനാണ് ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്നത് എന്ന് ലക്ഷ്മിക്കുട്ടി ചോദിച്ചപ്പോൾ കുഞ്ഞത്തോൾ അമ്മ പറഞ്ഞത് ഈ ദാരിദ്ര്യം എന്ന് പറയുന്നത് ഒരു ഭീകര സാധനമാണെന്നാണ്. She wanted to share the sorrow of those who were in need. ഈ പട്ടിണി പാവങ്ങളുടെ ദുഃഖം പങ്കിടാൻ വേണ്ടിയാണ് താൻ ഇങ്ങനെ ചെയ്യുന്നതെന്നും അവർ പറഞ്ഞു. When Govindhankutti and his family were in trouble after his father's death, it was Kunhathol Amma who came to their rescue. Now that her Illam having ruined, she was struggling even for a meal. ഗോവിന്ദൻകുട്ടിയുടെ അച്ഛന്റെ മരണശേഷം ആ വീട്ടിൽ ആകെ ദുരിതമായപ്പോൾ ആ കുടുംബത്തിന്റെ രക്ഷകയായത് കുഞ്ഞത്തോൾ അമ്മയായിരുന്നു. ഇന്നിപ്പോൾ ഇല്ലമൊക്കെ നശിച്ച് നാമാവശേഷമായി. കുഞ്ഞത്തോൾ അമ്മ ഇതാ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെ തെണ്ടിത്തിരിയുന്നു. Well, friends, this is the end of the paragraph questions and their answers. Now take a look at the short answer questions. Here is question number 1. Who is the daughter of humanity? ആരാണ് ഈ മനുഷ്യപുത്രി? The daughter of humanity is Kunhathol Amma. നമ്മുടെ കുഞ്ഞത്തോൾ അമ്മയാണ് ഈ മനുഷ്യപുത്രി. Now, short answer question number 2. Here is a quote from the story. Do you want to kill me? Tell her that I am a human. Who said this? നിനക്കെന്താ എന്നെ കൊല്ലണോ? അവരോട് പോയി പറയൂ ഞാനും ഒരു മനുഷ്യനാണെന്ന്. ഇത് ആരുടെ വാക്കുകളാണ്? ഇതാണ് ചോദ്യം. Govindhankutti, the party leader, said this to his secretary when the latter told him that a poor old woman from far away was waiting to see him. പാർട്ടി നേതാവായ ഗോവിന്ദൻകുട്ടി തന്റെ സെക്രട്ടറിയോട് പറഞ്ഞ വാക്കുകളാണിത്. എപ്പോൾ? അങ്ങ് അകലെ നിന്ന് ഒരു പാവപ്പെട്ട വൃദ്ധ അദ്ദേഹത്തെ കാണാൻ വേണ്ടി മാത്രം അവിടെ ദീർഘനേരമായി കാത്തു നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ. Well, this is the answer. Now, short answer question number 3. Govindhankutti controlled his irritation and smiled pleasantly to everyone though he was tired. Why? ക്ഷീണിതനെങ്കിലും ആളുകളെ കാണുമ്പോൾ ദേഷ്യമൊക്കെ അടക്കിയിട്ട് എല്ലാരെയും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി കാണുമായിരുന്നു ഗോവിന്ദൻകുട്ടി. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതാണ് ചോദ്യം. ഗോവിന്ദൻകുട്ടി controlled his irritation and smiled pleasantly to everyone though he was tired because he was the chief of the political party in power. കാരണം അദ്ദേഹം ഭരണത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിരുന്നു. Well, this is the answer. Now, take a look at short answer question number 4. Who was the unexpected guest who came to see Govindhankutti? ഗോവിന്ദൻകുട്ടിയെ കാണാൻ വന്ന അപ്രതീക്ഷിത അതിഥി ആരായിരുന്നു എന്നാണ് ചോദ്യം. The unexpected guest was Kunhathol Amma, who had made him what he is. ആ അപ്രതീക്ഷിത അതിഥി തന്നെ താനാക്കിയ മഹതി ആ കുഞ്ഞത്തോൾ അമ്മയായിരുന്നു. Well, friends, now take a look at the last short answer question. Whose voice was sweeter than delicious food for Govindhankutti? നല്ല രുചിയേറിയ വിഭവത്തെക്കാൾ ഗോവിന്ദൻകുട്ടിക്ക് മധുരതരമായിരുന്നത് ആരുടെ ശബ്ദമായിരുന്നു? ഇതാണ് ചോദ്യം. കുഞ്ഞത്തോൾ അമ്മാസ് വോയിസ് വാസ് സ്വീറ്റർ ദാൻ ഡെലീഷ്യസ് ഫുഡ് ഫോർ ഗോവിന്ദൻകുട്ടി. കുഞ്ഞത്തോൾ അമ്മയുടെ തന്നെ താനാക്കിയ ആ മഹതി കുഞ്ഞത്തോൾ അമ്മയുടെ ശബ്ദമായിരുന്നു മധുരതരം. Well, friends, these are the short answer questions and this is the end of the video. Now, thank you very much for watching this video. I'll see you soon with another video. Until then, bye bye.